തിരുവനന്തപുരം പാച്ചല്ലൂരിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നു. രണ്ടാഴ്ചയായിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർച്ചയായി വെള്ളം ഒഴുകുന്നതിനാൽ കൽപ്പടക്കല്ല് വേങ്കര റോഡിന്റെ ഒരു ഭാഗം തകർന്നു. ഏകദേശം 3 ആഴ്ചയെങ്കിലും ഈ പൊട്ടിയതിനു ശേഷം അതിന്റെ അധികാരികളെ ബന്ധപ്പെട്ട അധികാരികളെ വാർഡ് കൗൺസിലറെയും ഈ വിവരം അറിയിച്ചു. നാളിതുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടുത്തെ പ്രദേശവാസികളായ നാട്ടുകാരും അതേപോലെ തന്നെ 300ഓളം വീട്ടുകാരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നാളിതുവരെ ഇന്നൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇവിടുത്തെ വാർഡ് കൗൺസിലർ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ 20 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ ഇവിടുത്തെ പരിസരം 300 അധികം ആൾക്കാർ ഇതിനകത്ത് നടക്കുന്നത്. ഇവിടെ ക്യാൻസർ പേഷ്യന്റുകൾ ഈയിടയ്ക്ക് 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ അവരെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ കൊണ്ടുപോകുന്നത്. പരിപാവനമായ വേങ്കര ദേവീക്ഷേത്രത്തിലേക്ക് പോണ റോഡ് ഈ അവസ്ഥയായിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടെ വാർഡ് കൗൺസിൽ തിരിഞ്ഞു നോക്കാറില്ല. അമ്പലത്തിൽ ഏകദേശം ഒരു 10-100 പേരെങ്കിലും ഡെയിലി ദർശനം നടത്തുന്നതാണ്. വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ട് അവർ വന്ന് കുറച്ച് നേരം കൂടെ അത് വെട്ടിപ്പൊളിച്ച് പോയതല്ലാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാരോട് അറിയിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് തന്നെ റോഡ് ഉപരോധിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങോട്ട് പോയി നോക്കിയാൽ അറിയാൻ പറ്റും യഥാർത്ഥത്തിൽ ആ റോഡിന്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ.